ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ നോമ്പാചരണത്തിന്റെ അനുഗ്രഹീതമായ ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗം നാം എല്ലാവർക്കും സുപരിചിതമായ താലന്തുകളുടെ ഉപമയിലൂടെ യേശു തന്റെ ശിഷ്യന്മാരോട് തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അതിനായി എങ്ങനെ നാം വിശ്വസ്തതയും ഉത്തരവാദിത്തമുള്ളവരുമായി ഒരുങ്ങിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്ത് യജമാനൻ തന്റെ ഭൃത്യന്മാരെ വിളിക്കുന്നതും അവരുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് 5ഉം 2ഉം 1ഉമായി താലന്തുകൾ കൊടുക്കുന്നതും നമ്മൾ കാണുന്നു. 5ഉം 2ഉം കിട്ടിയവർ അത് അധ്വാനിച്ച് വ്യാപാരം ചെയ്തു ഇരട്ടിയാക്കുന്നതും യജമാനൻ തിരിച്ചു വന്ന് കണക്ക് ചോദിക്കുമ്പോൾ അവന്റെ പ്രീതിയും സന്തോഷവും നേടുന്നതായും, എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അത് കൊഴിച്ച് ആ ദ്രവ്യത്തെ മറച്ചു വെക്കുന്നതും യജമാനന്റെ അപ്രീതിക്ക് പാത്രമാകുന്നതും നമ്മൾ കാണുന്നു. ഈ വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന യജമാനൻ യേശുവും താലന്തുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതവും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 5ഉം 2ഉം താലന്തുകൾ കിട്ടിയ ഭൃത്യന്മാർ ഏറ്റവും വിശ്വസ്തതയും ഉത്തരവാദിത്വത്തോടും കൂടി ഇരട്ടിയാക്കിയതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവിക മഹത്വത്തിനായി പല മടങ്ങ് ഇരട്ടിയാക്കി നമുക്ക് ചുറ്റുമുള്ളവർക്കായി നമുക്ക് എടുത്തുപയോഗിക്കാം. ഈ ഉപമയിലെ യജമാനൻ നടത്തുന്ന യാത്ര ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെയും പിതാവിന്റെ അടുക്കലേക്കുള്ള യാത്രയും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യജമാനന്റെ തിരിച്ചുവരവ് ക്രിസ്തുവിന്റെ 2ാം വരവായി നമുക്ക് കരുതാം. യജമാനൻ തിരിച്ചു വന്ന് ഭൃത്യന്മാരുമായി നടത്തുന്ന താലന്തുകളുടെ കണക്കെടുപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവിധിയുടെ കണക്കെടുപ്പ് ആണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ നിവൃത്തിക്കായി തന്റെ ക്രൂശ് മരണത്താലുള്ള പാപപരിഹാരത്തിലൂടെ നമ്മളെ ഓരോരുത്തരുടെയും ആത്മീയവും ശാരീരികവുമായ മരണത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ എല്ലാവരെയും മാനസാന്തരത്തിന്റെ പാതയിൽ കൂടി ശുദ്ധീകരിക്കുവാൻ ആയി ഈ നോമ്പ് സമയങ്ങൾ നമുക്കെല്ലാവർക്കും ഏറ്റവും വിശ്വസ്തയോടെ ഉപയോഗിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.